ഇന്ന് നമ്മളുടെ എപ്പിസോഡ് പാബ്ലോ എസ്കോബറിനെ കുറിച്ചാണ്. ചരിത്രം കണ്ട ഏറ്റവും ധനികനായ, ശക്തനായ, ക്രൂരനായ അധോലോക രാജാവ്. ലോക മയക്കുമരുന്ന് വിപണിയിൽ 3/4 പങ്കും കൊക്കൈൻ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് കൊളംബിയ. 90കൾ വരെ കൊളംബിയൻ ഡ്രഗ് മാഫിയയുടെ തലവനായിരുന്നു എസ്കോബാർ. ലോകത്തെ എല്ലാ കള്ളന്മാരെ പോലെയും ചാരിറ്റി എന്ന തുറുപ്പുചീട്ടിൻ്റെ പുറകിലായിരുന്നു എസ്കോബാർ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. അതുകൊണ്ട് തന്നെ വലിയ ജനസമ്പത്തും നാട്ടുകാരുടെ ഹീറോയുമായിരുന്നു ഇയാൾ. കണക്കില്ലാത്ത സ്വത്തുക്കളുടെ ഉടമയായിരുന്ന എസ്കോബാറിൻ്റെ ജീവിതം അത്യാഡംബരങ്ങൾ നിറഞ്ഞതായിരുന്നു. ഏക്കറുകൾ പരന്നുകിടക്കുന്ന തൻ്റെ വാസസ്ഥലത്ത് സ്വന്തമായി ഒരു മൃഗശാല പോലും ഉണ്ടായിരുന്നു. ചരക്ക് കടത്തുവാൻ 15ഓളം വലിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സബ്മറൈനുകളും സ്വന്തമായി വാങ്ങിയിരുന്നു എന്നത് കേട്ടാൽ അയാളുടെ സമ്പത്തിൻ്റെ ആഴം മോഹിക്കാം. നിലനിൽപ്പിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായിരുന്നു എസ്കോബാർ. തൻ്റെ മുന്നിൽ തടസ്സമായി നിന്നവരെ മുഴുവൻ എസ്കോബാർ നിഷ്കരുണം ഇല്ലാതാക്കി. അതിൽ രാഷ്ട്രീയക്കാരും ജേർണലിസ്റ്റുകളും സമൂഹത്തിലെ ഉന്നതരും സാധാരണ ജനങ്ങളും എല്ലാം ഉൾപ്പെടും. രാജ്യത്തെ ഓരോ പോലീസുകാരുടെയും തലയ്ക്ക് വില പറഞ്ഞ എസ്കാബോ കൊലയാളികൾക്ക് വലിയ തുകകൾ ഓഫർ ചെയ്ത് ഏതാണ്ട് 600 പേരെയാണ് ഇത്തരത്തിൽ വകവരുത്തിയത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എസ്കോബാർ ഒടുവിൽ 1991 കീഴടങ്ങി. എങ്കിലും വ്യവസ്ഥകൾ പ്രകാരം സ്വന്തം ആഡംബര ഗൃഹത്തിൽ തന്നെയാണ് ജീവിച്ചത്. കൂട്ടിന് കാവൽ തൻ്റെ തന്നെ എന്തിനും പോകുന്ന ക്രിമിനലുകളും. അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ സാമ്രാജ്യം എസ്കാബോ നിയന്ത്രിച്ചു. ഇത് തിരിച്ചറിഞ്ഞ സർക്കാർ എസ്കോബാറിനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും നീക്കം മുൻകൂട്ടി അറിഞ്ഞ അയാൾ വിദഗ്ധമായി രക്ഷപ്പെട്ടു. അതിനുശേഷം രാജ്യത്ത് നടത്തിയ പല വലിയ ബോംബ് സ്ഫോടനങ്ങളിലായി 100 കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഇതോടുകൂടി ഏതു വിധേനയും എസ്കോബാറിനെ ഇല്ലാതാക്കുവാൻ സർക്കാർ സമ്മർദ്ദത്തിലായി. ആശയവിനിമയം പോലും വളരെ വിദഗ്ധമായി നടത്തിയിരുന്ന ബുദ്ധിമാനായ എസ്കോബാറിനെ കുടുക്കുക എളുപ്പമായിരുന്നില്ല. ഒടുവിൽ UN സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിൻ്റെ സഹായത്തോടെ കൊളംബിയൻ സ്പെഷ്യൽ പോലീസ് ഫോഴ്സായ സെർച്ച് ബ്ലോക്ക് നടത്തിയ 16 മാസത്തെ തിരച്ചിലിനൊടുവിൽ 1993 ഡിസംബർ 2 എസ്കോബാറിൻ്റെ രഹസ്യ സങ്കേതം വളയുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ ക്രിമിനലിൻ്റെ അന്ത്യം അവിടെ നടന്നു. എസ്കോബാർ ഭാര്യയെയും മക്കളെയും ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. പക്ഷേ ഈ സ്നേഹം തന്നെയാണ് അയാളുടെ അന്ത്യത്തിന് കാരണമായത്. എവിടെയായാലും അയാൾ കുടുംബവുമായി ബന്ധപ്പെടുമെന്ന് സേനയ്ക്ക് അറിയാമായിരുന്നു. കൊളംബിയൻ സെർച്ച് ബ്ലോക്കുകളുടെ മൂക്കിൻ തുമ്പത്തുകൂടി വിലസി നടന്ന എസ്കോബാറിനെ കണ്ടെത്താൻ 16 മാസം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അയാൾ എത്ര ബുദ്ധിമാനാണെന്ന് ഊഹിക്കാം. അതിവിദഗ്ധമായി ഫോണുകൾ ഉപയോഗിച്ചിരുന്ന എസ്കോബാറിൻ്റെ കോൾ ട്രേസ് ചെയ്യുവാൻ ബുദ്ധിമുട്ടായതിനാൽ US-ൻ്റെ സഹായത്തോടെ 10,000-കണക്കിന് ശബ്ദങ്ങൾക്കിടയിൽ നിന്നും അയാളുടെ ശബ്ദം മാത്രം തിരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയുന്ന വോയിസ് റിക്കോഗ്നിഷൻ സിസ്റ്റം ഉപയോഗിച്ച് വായുമാർഗവും കരമാർഗവും ഒരുമിച്ച് നടത്തിയ തിരച്ചിലിന് ഒടുവിൽ മകനോട് നടത്തിയ നീണ്ട സംഭാഷണം പിന്തുടർന്ന് എസ്കോബാറിനെ കണ്ടെത്തുകയായിരുന്നു. പാബ്ലോ എസ്കോബാറുടെ ജീവിതം ആധാരമാക്കി നിരവധി ബുക്കുകൾ എഴുതപ്പെട്ടു, നിരവധി ചലച്ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു, ടെലിവിഷൻ ഡോക്യുമെൻ്റുകൾ നിർമ്മിക്കപ്പെട്ടു, വീഡിയോ ഗെയിമുകൾ നിർമ്മിക്കപ്പെട്ടു. നാഷണൽ ജിയോഗ്രഫി ചാനലിൻ്റെ സിറ്റുവേഷൻ ക്രിട്ടിക്കൽ എന്ന പരമ്പരയിൽ കില്ലിംഗ് പാബ്ലോ എന്ന പേരിൽ പാബ്ലോ എസ്കോബാറിൻ്റെ ജീവചരിത്രം ചിത്രീകരിച്ചിട്ടുണ്ട്. പാബ്ലോ എസ്കോബാർ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞു. മെഡലിൻ നഗരത്തിന് ആ ഭൂതകാലത്തിൽ നിന്നും മോചനം കിട്ടിയോ? എസ്കോബാറിൻ്റെ സ്വാധീനം ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം താമസിച്ച മോണാക്കോ കെട്ടിടം കഴിഞ്ഞ വർഷം മേയർ ഇടിച്ചു നിർത്തുകയുണ്ടായി. അക്രമാസക്തമായ ഒരു ഭൂതകാലമുള്ള നഗരമാണ് മെഡലിൻ. കുപ്രസിദ്ധമായ മയക്കുമരുന്ന് രാജാവ് പാബ്ലോ എസ്കോബാറിൻ്റെ ആസ്ഥാനമായിരുന്നു അത്. അയാൾ തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തിയത് ആ മണ്ണിലാണ്. 1988 ടൈം മാഗസിൻ ലോകത്തെ ഏറ്റവും അപകടകരമായ നഗരമെന്നാണ് മെഡലിനെ വിശേഷിപ്പിച്ചത്. മയക്കുമരുന്ന് നേതാക്കൾ രാജാക്കന്മാരായി ജീവിച്ചിരുന്ന ഒരിടം. ജഡ്ജിമാരും പോലീസുമാരും സ്ഥിരമായി വധിക്കപ്പെട്ടിരുന്നു അവിടെ. തെരുവുകളിൽ ചോരയൊഴുകി, അക്രമം ഭരിച്ചു, ആളുകൾ കൊല ചെയ്യപ്പെട്ടു. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾക്ക് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി തെരുവുകളിൽ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. നഗരം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയും ശക്തമായ നിയമവാഴ്ചയും അവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷേ ഇന്നും നഗരം പൂർണ്ണമായും അതിൻ്റെ ഭൂതകാലത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. നഗരത്തിലെ യുവാക്കളെ ആ ഇരുണ്ട ഭൂതകാലം ഇന്നും വേട്ടയാടുന്നു. ദരിദ്രരിൽ നിന്ന് ശതകോടീശ്വരനായി വളർന്ന പാവപ്പെട്ടവർക്കായി വീടും ആശുപത്രികളും പണിത എസ്കോബാറിന് ഒരു നായകൻ്റെ പരിവേഷമാണ്. അയാളുടെ നഗരം കാണാൻ വിനോദസഞ്ചാരികൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു.
എന്നാൽ അയാളോടുള്ള ഈ ആരാധന നഗരത്തിലെ യുവതലമുറയെ തെറ്റായി സ്വാധീനിക്കുന്നു എന്ന് മെഡലിൻ നഗരത്തിലെ മേയർ ആശങ്കപ്പെടുന്നു. സമീപ വർഷങ്ങളിൽ മെഡലിൻ അതിൻ്റെ അക്രമാസക്തമായ ഭൂതകാലത്തിൽ നിന്ന് തിരിച്ചുവരവ് നടത്തുകയുണ്ടായി. പല അന്താരാഷ്ട്ര അംഗീകാരങ്ങളും നഗരത്തെ തേടി വന്നു. എന്നിരുന്നാലും 25 ദശലക്ഷം ആളുകളുള്ള ഈ നഗരത്തിൽ എസ്കോബാറിൻ്റെ ഈ ചരിത്രം ഇന്നും നിഴൽവീഴ്ത്തുന്നു. പ്രത്യേകിച്ചും മയക്കുമരുന്ന് സംഘത്തിൽ അകപ്പെട്ട 6000-ഓളം യുവാക്കളിൽ അതിൻ്റെ സ്വാധീനം അപകടകരമാം വിധം കൂടുതലാണ്. ഞങ്ങൾ ഈ ഭയാനകമായ മാഫിയ സംസ്കാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, മേയർ ഫെഡറിക്കോ ഗുട്ടറസ് പറഞ്ഞു. ഞങ്ങളുടെ നഗരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഞാൻ പറയും, നിങ്ങൾക്ക് സ്വാഗതം. പക്ഷേ ഞങ്ങളുടെ ഇരകളുടെ കഥയെ മാനിക്കുക. അവ ഇപ്പോഴും നിലവിലുണ്ട്. വളരെയധികം വേദന ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. എസ്കോബാറിൻ്റെ സ്വാധീനം ഇല്ലാതാകുന്നതിൻ്റെ ഭാഗമായി അയാൾ താമസിച്ച മൊണാക്കോ കെട്ടിടം കഴിഞ്ഞ വർഷം മേയർ ഇടിച്ചു നിരത്തുകയുണ്ടായി. അവിടെ അതിനു പകരമായി മയക്കുമരുന്ന് മാഫിയ കൊന്നൊടുക്കിയ ആളുകളുടെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകം പണി കഴിപ്പിക്കാൻ അദ്ദേഹം പദ്ധതിയിടുന്നു. എന്തുകൊണ്ടാണ് മൊണാക്കോയെ നശിപ്പിക്കാൻ മേയർ തീരുമാനിച്ചതെന്ന ചോദ്യത്തിന് നഗരത്തിന് പുതുജന്മം നൽകാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. 1983-നും 1994-നും ഇടയിൽ കൊളംബിയയിലെ മയക്കുമരുന്ന് അക്രമത്തിൽ 46,612 പേരാണ് കൊല്ലപ്പെട്ടത്. വിയറ്റ്നാമിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണിത്. 1990-കൾ മുതൽ അധികാരത്തിൽ വന്ന മെഡലിനിലെ മേയർമാർ സാമൂഹിക വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ മയക്കുമരുന്ന് മാഫിയകളുടെ പ്രവർത്തനത്തെ ചെറുക്കാൻ കഠിനമായി പരിശ്രമിച്ചിരുന്നു. പണ്ടത്തെ പോലെ ഇല്ലെങ്കിലും ഇപ്പോഴും മയക്കുമരുന്ന് സംഘങ്ങളും മയക്കുമരുന്ന് കടത്തുകാരും നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെ നീണ്ട ചരിത്രം അവിടെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മായ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഭരണാധികാരികൾ.